സാർ എറണാകുളം അല്ലേ ഫുൾ പ്രോപ്പർ ജനിച്ചതും? അതെ, ഞാൻ ജനിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ്. പക്ഷെ എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ ഞാൻ എറണാകുളത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ അച്ഛനാകാൻ പോയി. അച്ഛനാകാൻ? ആ കഥ. അതുണ്ടായിരുന്നു. ഞാൻ അച്ഛനാകാൻ പള്ളിയിൽ അച്ഛനാകാൻ പോയി. എൻ്റെ അമ്മമ്മയും ഒക്കെ പറഞ്ഞു, ഇവൻ മരത്തെ കയറില്ല, ഇവൻ മതിൽ ചാടില്ല, ഇവൻ പാവം കുട്ടിയായിരുന്നു. ഞാനൊരു ഒരു മണക്കൂസ്, അയ്യോ, വികൃതിയല്ലായിരുന്നു. അപ്പൊ അമ്മമ്മയുടെ കൂടെ ചർച്ചില് എല്ലാ ദിവസവും പോണ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ മതത്തെ കയറാത്തതും സൈക്കിളൊക്കെ ചവിട്ടാത്തതുകൊണ്ട് ഇവൻ അച്ഛനാകും എന്ന് അവരങ്ങനെ നിശ്ചയിച്ചു. എന്നിട്ട് സാറ് തന്നെ ഓടി പോന്നാണോ അതോ ഓടാതെ ഇറങ്ങി പോന്നു? അതെന്താ കാര്യം? അതിനകത്ത് എനിക്ക് ഈ അച്ഛനാവുമ്പോൾ ഈ സ്ത്രീകളുമായിട്ട് ഇടപഴകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് കാത്തലിക് ചർച്ചിന്. യു കാനോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് വിമൻ ഇൻ എ അഫെക്ഷനറ്റ് മാനർ, ഇൻ എ ഫിസിക്കൽ മാനർ. അപ്പോൾ ഞാനത് ഈ 15-16 വയസ്സ് മുതൽ ഒരു 25 വയസ്സായപ്പോൾ എനിക്ക് തോന്നി സ്ത്രീകൾ സുന്ദരികളാണല്ലോ എന്ന് എനിക്കൊരു ബോധമാണ്. അപ്പോൾ അവരെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇത് ശരിയല്ലല്ലോ എന്നൊരു തോന്നി. അല്ല സാർ, സാറിൻ്റെ ആ ഒരു റൊമാൻസ് ഒക്കെ എല്ലാ പാട്ടിലും ഉണ്ട്. ശരിക്കും ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യണ ആൾ എങ്ങനെ അച്ഛനായിരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിവേ, പാട്ടിൽ റൊമാൻസ് വരുമ്പോൾ റൊമാൻറ്റിക് പാട്ടണമെങ്കിൽ റൊമാൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിങ്ങനെ വരുന്നു, നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് ദാറ്റ് പ്രീസ്റ്റ്ഹുഡ് ഇസ് നോട്ട് എൻ്റെ വഴിയല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മേലധികാരികളോട് ചെന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചു, പേടിക്കണ്ട. അതെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടാണ്? ലൈക്ക് യു ഡിഡ് യു ലൈക്ക് സംബഡി അങ്ങനെ എന്തെങ്കിലും? പ്യൂർലി ഒരു എന്താ പറയുക, ഒരു ഇൻ്റലക്ച്വൽ റിഡക്ഷനാണ്. അതായത് ഇങ്ങനെ പോയാൽ ശരിയായില്ല, ഞാൻ ഒരു പക്ഷെ വഴിതെറ്റിപ്പോവും, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. 100% ആയിരിക്കും. അതെ. ഇവരെന്നെ ബോംബെക്ക് പറഞ്ഞയച്ചു. അവിടെ അവർ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തന്നു. ആ ജോലി തന്ന ആൾ ഒരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോലിക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളൂ, പക്ഷേ ഇവിടെ വന്ന് ഗുമസ്ത പണിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊന്ന് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു, ബാന്ദ്ര. ബാന്ദ്രയിൽ താമസിക്കുമ്പോൾ വൈകുന്നേരം നടക്കാൻ പോകും. അവിടെ ഒരു കാർട്ടർ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അപ്പോൾ ഒരു ദിവസം നടന്നു വന്നപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ ഗേറ്റിൽ ഒരു വശത്ത് എഴുതിയിരിക്കുന്നു നൗഷാദ്, മറുവശത്ത് എഴുതിയിരിക്കുന്നു ആഷിയാന. അപ്പം ഞാൻ വിചാരിച്ചത് ഏത് നൗഷാദാണപ്പം? ഞാൻ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു ആരാധനയുണ്ടായിരുന്നു, നല്ല മ്യൂസിക്കാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഗൂർഖയും ഇല്ല, പട്ടിയുമില്ല. നേരെ അപ്പോൾ ഗേറ്റ് തുറന്ന് ഞാൻ മണിയടി. അദ്ദേഹം വാതിൽ തുറന്നു, താഴേക്ക് നോക്കി. അപ്പം ഞാൻ നിൽക്കാം. കോൺ ഹോ? ഞാൻ സർ, ഐ എം ജെറി അമൽദ്, താങ്കളുടെ ഒരു ആരാധകനാണ്. കഹാസേ? ഞാൻ കേരളത്തിൽ നിന്ന്. അല്ലേ യാർ, കേരള മേ കോൺ ഹോത്താ ഹൈ, ഹിന്ദി ഗാനെ. അല്ല സാർ, ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഞങ്ങൾക്ക് മലയാള സിനിമയൊന്നും ഇല്ലാത്ത കാലത്ത് നിങ്ങളുടെ പാട്ടുകൾ കേട്ടാൽ വളർന്നത്. ഓഹോ, ചലോ അന്തരാവും. എന്നെ മുറി കയറ്റിയിരുത്തി. അങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ എന്നോട് പഴയ പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. ഞാൻ പാടി. അദ്ദേഹം പറഞ്ഞു, ഇത് നീ എങ്ങനെ ഓർത്തിരിക്കുന്നു, ഞാനിതെല്ലാം മറന്നുപോയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത്രയും നന്നായിട്ട് ഹിന്ദി ഈ ആസ്മി ഹൂ ടോട്ട് യു ഉറുദു എന്നാണ് ചോദിച്ചു. ഉറുദു ആര് പഠിപ്പിച്ചു? അപ്പം പഠിപ്പിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ എല്ലാത്തെയും മുഹമ്മദ് റഫിയൊക്കെ പാടുന്നത് പോലെ അങ്ങ് കോപ്പി അടിക്കാൻ അത്രയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയിട്ട് പറഞ്ഞു, ഗുഡ്, വാട്ട് യു വാണ്ട് ടു ഡു എന്ന് ചോദിച്ചു. ഐ സെഡ്, ഐ വാണ്ട് ടു ബി എ പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞു. യു മീൻ ഇൻ ബോംബെ? യെസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, അത് മുഹമ്മദ് റഫിയുള്ള കാലത്തോളം അത് നടക്കില്ല. അന്ന് ഏതായാലും ഈ ഒരു കാർഡ് എനിക്ക് എൻ്റെ ഫോൺ നമ്പർ കയ്യിലിരിക്കട്ടെ. അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് അതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിക്കാമെന്ന് തുടങ്ങി. അവസാനം അദ്ദേഹം പറഞ്ഞു, വരൂ നമുക്കൊരു ഒരു ടെസ്റ്റ് തന്നു. ടെസ്റ്റിൽ ഞാൻ എങ്ങനെയോ വിജയിച്ചു. അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ഇവിടെ
എൻ്റെ വീട്ടിൽ വന്നോളൂ. അങ്ങനെ അദ്ദേഹത്തിന് ശിഷ്യം. അത് കഴിഞ്ഞിട്ട് സാറ് നവോദയ പാപ്പച്ചൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചെങ്ങനെയാ വന്ന? അതാ പറയാം. 69 ആയപ്പോൾ എനിക്ക് തോന്നി ഈ വെസ്റ്റേൺ മ്യൂസിക് ശരിക്ക് പഠിക്കാതെ നമ്മുടെ ഈ സിനിമ പാട്ടുകളൊന്നും ശരിക്ക് സ്വന്തമായിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ പള്ളിയിൽ ഓർഗനൊക്കെ വായിച്ച് അറിയാമായിരുന്നെങ്കിലും ഇവിടെ ബോംബെയിലാണെങ്കിൽ ഓരോ മ്യൂസിക് ഡയറക്ടറിൻ്റെയും പുറകിൽ ഒരു ഗോവാക്കാരനുണ്ട്. അദ്ദേഹമാണ് ഈ നൊട്ടേഷനൊക്കെ എഴുതിയെടുത്ത് ഫ്ലൂട്ടുകാരനോട് പറയുന്നത് ഇപ്പോൾ വായിക്കണ്ട, ഞാൻ കൈ കാണിക്കുമ്പോൾ വായിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ വയലിൻ എന്ത് വായിക്കണം, ചെലോ എന്ത് വായിക്കണം, ട്രംപറ്റ് എന്ത് വായിക്കണം, എപ്പോൾ വായിക്കണം, ഇതൊക്കെ നമുക്കിങ്ങനെ വാഗോണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എഴുതി വെസ്റ്റേൺ സിസ്റ്റം അനുസരിച്ച് എഴുതി മ്യൂസിക് സ്കോർ ഉണ്ടാക്കിയിട്ട് ഇയാൾ പറയുന്ന പോലെയാണ് റെക്കോർഡിങ് നടക്കുക. ആര്? ഈ ഓർക്കസ്ട്രേറ്റർ ഹി ബിക്കം ദി അസിസ്റ്റൻറ്റ് മ്യൂസിക്. അങ്ങനെ ഐ ഫെൽറ്റ് ഐ നീഡ് ടു സ്റ്റഡി വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ അമേരിക്കയിലുണ്ടായിരുന്നു. ഹിസ് നെയിം ഇസ് മിസ്റ്റർ കാർണർ. അദ്ദേഹം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഞാനൊരു സ്കോളർഷിപ്പ് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി മ്യൂസിക് പഠിച്ചു. 80 ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ ഡിഗ്രിയൊക്കെ എടുത്തു, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക് കോമ്പോസിഷൻ ഫ്രം എ ഫേമസ് യൂണിവേഴ്സിറ്റി കോൾഡ് കോർണൽ യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ അന്വേഷിച്ചപ്പോൾ നവോദയ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് കേട്ടു. അങ്ങനെ എൻ്റെ ഒരളിയനാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ജോസഫ്, അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അങ്ങനെ ഫസ്റ്റ് പടത്തിൽ തന്നെ സാറിന് സ്റ്റേറ്റ് അവാർഡും അതെന്തോ സംഭവിച്ചു. ആക്ച്വലി ആദ്യത്തെ മൂവി തന്നെയല്ലേ ഇൻഡിപെൻഡന്റ് മൂവി എന്ന് പറയുന്നത് തന്നെയല്ലേ? ആദ്യത്തെ അല്ലായിരുന്നു ഇത്, രണ്ടാമത്തെ. ആദ്യത്തെ മൂവി ഇതിനു മുമ്പ് ചുവന്ന ചിറകുകൾ എന്ന് പറഞ്ഞൊരു മൂവിക്ക് വേണ്ടി ഇവിടെ ഈരാളി എന്ന് പറയുന്ന ഒരാൾ എന്നെ, സെബാസ്റ്റ്യൻ പോൾ എൻ്റെ കസിനാണ്, സെബാസ്റ്റ്യൻ പോൾ ഈരാളിയും കൂടി ഒരു സിനിമ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചുവന്ന ചിറകുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഡയറക്ടർ ഒരു മിസ്റ്റർ നായർ, അദ്ദേഹത്തിന് സലീൽ ചൗധരിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പറഞ്ഞു, ഈ പാട്ട് നമുക്ക് വേണ്ട, സലീലിനെ തന്നെ വിളിക്കണം. അങ്ങനെ സലീൽ ചൗധരിയുടെ പേരിൽ 4-5 പാട്ടുകൾ വന്നു. എൻ്റെ പേരിലും ചുവന്ന ചിറകളിലും വന്ന് 4-5 പാട്ടുകൾ വന്നു ഒരേ സിനിമ. പക്ഷെ ഉപയോഗിച്ചില്ല, എൻ്റെ പേരുമായിട്ട് ഉപയോഗിച്ചില്ല അദ്ദേഹത്തിന്. സാർ അപ്പം അങ്ങനെ ഒരു ആദ്യത്തെ പടം ആദ്യം തന്നെ ഇങ്ങനെ ഒരു അപ്പം എന്തായിരുന്നു സാറിന്? എനിക്കൊന്നും തോന്നിയില്ല ഇത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. സങ്കടമൊക്കെ ആയിട്ടുണ്ട്? ഇല്ല. ഐ മീൻ ആഫ്റ്റർ ഓൾ ഇതൊക്കെ നടക്കണമെന്ന് ആരാ പറയുന്നത്? ഞാൻ പിടിച്ച എന്താണ് കോഴിക്ക് 10 തലയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് പോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാണ് 80 വന്നപ്പോൾ ഇങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ചാൻസ് കിട്ടി. അത് വിജയിച്ചു, ദൈവഭാഗ്യം.